ഹായ് ഹലോ. ഇത് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ ചെറുപ്പത്തിലെ കാലും കൈയൊക്കെ കടന്നിട്ട് ഉമ്മ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. ഡോക്ടർ അപ്പോൾ തന്നെ പറയും കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, വൈറ്റമിൻസിൻ്റെ കുറച്ച് കുറവുണ്ട്, ഇലക്കറികളും പാലും മുട്ടൊക്കെ കൊടുത്താൽ മതി എന്ന് പറയും. പക്ഷെ അന്നൊക്കെ ഇതൊക്കെ കഴിക്കാമെന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങളും ചിലപ്പോൾ അതുപോലെയൊക്കെ തന്നെ ആവില്ലേ, പക്ഷെ അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണോ ഇപ്പോൾ അനുഭവിക്കുന്നത്. ചീരടല വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ചീരടല വെച്ചിട്ട് തന്നെ ഒരുപാട് കറികളുണ്ട്. ചീരടലും പരിപ്പും, ചീരടലും ചമ്മന്തി വെച്ചിട്ടുള്ള തോരൻ, ചീരടലും എഗ്ഗും വെച്ചിട്ടുള്ള തോരന്, അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണ്. ഒരു സവാളയും ഒരു 5-6 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും 1 ടീസ്പൂൺ മുളകും പൊടിയും മിക്സിയിലൊന്ന് നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ കടുകും പരിപ്പും അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചട്നിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായി മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഒരു പിടി ചീരടലയും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി അതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അത് വെന്ത് കഴിഞ്ഞാൽ സംഭവം നമ്മളുടെ ചട്നി റെഡിയായി. ഇത് നിങ്ങൾ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തി ഐറ്റംസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. ചോറിൻ്റെ കൂടെ കഴിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും പിന്നെ ആവശ്യമില്ല. ഈ ഒരു കറിയും ചോറും ഉണ്ടെങ്കിൽ തന്നെ കഴിക്കാം. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്